ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഗോൾഡൻ ഹൗസ് ഇൻ മലയാളം. ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ വാർത്ത എല്ലാവരും കണ്ടിട്ടുണ്ടാവും അല്ലേ? ഇത് കളക്ട്രേറ്റിൻ്റെ ഉള്ളിലാണ്, കാസർഗോഡ് സിവിൽ സ്റ്റേഷൻ്റെ ഉള്ളിലാണ്. ഇത് എന്തെന്ന് വെച്ചാൽ ഇപ്പോൾ കർക്കിടക മാസം തുടങ്ങിയിട്ടുണ്ട്. കർക്കിടക മാസം എന്ന് പറഞ്ഞാൽ തന്നെ മരുന്ന് കഞ്ഞിയും ഉളുവക്കഞ്ഞി, പാൽക്കഞ്ഞി, അതുപോലെ പച്ചിലകൾ വെച്ചിട്ട് തോരനുണ്ടാക്കുക, അങ്ങനെ മരുന്നുണ്ട, അങ്ങനെ കുറേ സാധനങ്ങൾ നമ്മൾ കഴിക്കാറുണ്ട്. ഈ സമയത്ത് കഴിച്ചെങ്കിൽ നമ്മൾ ശരീരത്തിൽ പിടിക്കുമെന്നാണ് പഴമക്കാർ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ മാസം 27-ാം തീയതി വരെയാണ് ലാസ്റ്റ് ഡേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്ക് സുഖമില്ലാത്ത കാരണം എനിക്ക് പോകാൻ പറ്റില്ല. അപ്പോൾ 27-ാം തീയതി എന്തായാലും ഒന്ന് നോക്കിയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ഇറങ്ങിയതാണ്. അപ്പോൾ ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് കളക്ട്രേറ്റിൻ്റെ ഉള്ളിലാണ്. അതിൻ്റെ ഉള്ളിൽ തന്നെ ഇപ്പം ഞാൻ കൈ കാണിക്കുന്ന ഈ സ്ഥലത്താണ് ഉള്ളത്. നമ്മൾ 2 വർഷമുണ്ട്, അപ്പുറത്ത് ഇപ്പുറത്ത് എവിടെ വേണമെങ്കിലും ഏതിലേക്ക് കൂടി വന്നിട്ടെങ്കിലും അവിടെ നിങ്ങൾക്ക് പോകുമ്പോൾ തന്നെ മനസ്സിലാവും. ഇപ്പോൾ ഈ വീഡിയോ ഇടാൻ കാരണം ഇനിയും നീട്ടി വെച്ചിട്ടുണ്ട്, 30-ാം തീയതി വരെ ഉണ്ട്. അതുകൊണ്ട് ആർക്കെങ്കിലും ഇഷ്ടപ്പെട്ടുള്ള ആൾക്കാർ അത് പോയിട്ട് ഒന്ന് നോക്കിയിട്ട് വാങ്ങിച്ച് കഴിക്കാമല്ലോ എന്ന് പറഞ്ഞിട്ടാണ് ഈ വീഡിയോ വേഗം ഞാൻ ഇടുന്നത്. അമൃതം കർക്കടകം, ഇത് കുടുംബശ്രീ വകയാണ് അവർ ചെയ്യുന്നത്. ഇത് കളക്ടർ ഞാൻ ഫസ്റ്റ് കാണിച്ചില്ലേ, അത് പത്രത്തിൽ വന്നിട്ടുണ്ടായിരുന്നു. അത് കളക്ടർ ഉദ്ഘാടനം ചെയ്തിട്ട് ഇങ്ങനെ കുറേ വിൽക്കുന്നുണ്ടായിരുന്നു. അതൊക്കെ എന്തൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മൾ അവരോട് ഒന്ന് ചോദിച്ചറിയാം. കുറേ സാധനങ്ങളൊക്കെ ഉണ്ട്, എന്തൊക്കെയൊന്ന് നോക്കാം. ഇത് മുളയരി പായസാണ്, ബാമ്പു റൈസ്. പിന്നെ ഔഷധമുണ്ട്, ഇത് 10 തരത്തിലുള്ള ഔഷധങ്ങൾ ചേർത്തിട്ടുള്ള പിന്നെ ഞവരരി വറുത്ത് പൊടിച്ചിട്ട് നെയ്യും പിന്നെ പനശർക്കരയും ചേർത്തിട്ടുണ്ടാക്കുന്നതാണ് ഔഷധമുണ്ട. പിന്നെ ഇരിക്കുന്നത് 10 തരത്തിൻ്റെ ഇലയുടെ തോരനാണ്. പിന്നെ അതിന് കൊഴുപ്പ് കുറച്ച് കൂടാൻ വേണ്ടി ചെറുപയർ ഇട്ടുന്നേ ഉള്ളൂ കേട്ടോ. പിന്നെ ഇത് നെല്ലിക്ക ചമ്മന്തിയാണ്, നെല്ലിക്ക കാന്താരി തേങ്ങ ഒക്കെ വെച്ചത്. പിന്നെ അവിടെ ഇരിക്കുന്ന ഔഷധക്കഞ്ഞി, 10 തൊടിയിൽ കിട്ടുന്ന ഔഷധങ്ങളും അങ്ങാടി മരുന്നുകളും വറുത്ത് പൊടിച്ചിട്ടെല്ലാം ഉണ്ടാക്കുന്ന ഒരു ഔഷധക്കഞ്ഞിയും, പിന്നെ പാൽക്കഞ്ഞി, ജീരകക്കഞ്ഞി, ഉലുവക്കഞ്ഞി. പിന്നെ അവരെ ഇതെന്താണ്? ഇത് ഔഷധക്കഞ്ഞി. നമ്മൾ ഇപ്പോൾ കാണിച്ചിട്ടില്ലേ, അതിൻ്റെ അപ്പുറത്താണ് അടുക്കള. നമ്മൾക്ക് നേരെ ഉണ്ട്, കാണാൻ പറ്റും. നമ്മൾ മുമ്പിൽ തന്നെയാണ് എല്ലാം ചെയ്യുന്നുണ്ട്, ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ അങ്ങോട്ടും ഞാൻ പോകാൻ നിന്നിട്ടില്ല, കാരണം അവരെല്ലാം തലയിൽ കവറിട്ടിട്ടാണ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ അങ്ങോട്ട് പോയിട്ട് ബുദ്ധിമുട്ടിക്കണ്ടെന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ട് നിന്നിട്ടാണ് വീഡിയോ എടുത്തത്. അപ്പോൾ ഇങ്ങോട്ട് ഇതെല്ലാം ബാക്കിയെല്ലാം അപ്പം ഞാൻ ഇത്ര സമയം കാണിച്ചതെല്ലാം അപ്പം ഉണ്ടാക്കുന്നുണ്ട്. ഇത് ഉണ്ടാക്കി കൊണ്ടുവന്നതെന്ന് തോന്നുന്നു. ചിലതൊക്കെ നല്ല ചൂടുണ്ട്, ചിലത് ഇങ്ങനെ ഉണ്ടാക്കി അവർ വെച്ചിട്ടുണ്ട്. അപ്പോൾ ചിപ്സ്, അതുപോലെ നേന്ത്രങ്കായ് അതിലുള്ളത്, പിന്നെ കുറേ സാധനങ്ങളുണ്ട്. പിന്നെ ഞാൻ ഇതെല്ലാം ഇങ്ങനെ ജസ്റ്റ് ഒന്ന് നോക്കിയത് മാത്രം. ഇത് നല്ല ചൂടുണ്ടായിരുന്നു. ഇത് കാസർഗോഡ് ഫേമസ് ആണ്, കടല പൊരിച്ചത്, കടല കാച്ചിയതെന്ന് പറയും. അത് പെരുന്നാളിൻ്റെ സമയത്ത് ഇങ്ങോട്ട് ചെയ്യാറുണ്ട് കുറേ ആൾക്കാർ. എനിക്ക് ഭയങ്കര ഇഷ്ടം, അതുകൊണ്ട് അതൊന്ന് വാങ്ങിച്ചു. നേന്ത്രൻ ചിപ്സ് നീളത്തിൽ ഇങ്ങനെ കട്ടാക്കിയിട്ട് ഇട്ടിട്ടുണ്ട്. പിന്നെ ഇത് കർക്കിടക കഞ്ഞിൻ്റെ കൂട്ടുമുണ്ട്. അപ്പോൾ ഇത് വേണമെങ്കിൽ നമുക്ക് വാങ്ങിച്ചിട്ട് നമ്മൾ വീട്ടിൽ തന്നെ പോയിട്ട് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞ്, അപ്പോൾ അതും വാങ്ങിക്കാം. അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ട്. ഇനി ചക്ക പുഴുക്കെല്ലാം വെക്കുന്നുണ്ട്, അവിടെ റെഡി ആയിക്കൊണ്ടേ. ഇത് ചക്ക വരട്ടിയതാണ്. അപ്പോൾ ഈ പാക്കറ്റിൽ ഞവരരി, ഇത് ഉലുവ, ഈ പാക്കറ്റ് സാധനം. പിന്നെ ആശാളി, അതെനിക്ക് അറിയില്ല കേട്ടോ. ഈ സാധനം ആ സാധനം എനിക്കറിയില്ല. പിന്നെ ദശമൂലം, ജീരകം, കരിഞ്ചീരകം, മല്ലി എല്ലാം ഇല്ല ഒരു പാക്കറ്റിൻ്റെ ഉള്ളിലുണ്ട്. 3-4 പാക്കറ്റ് സാധനം മതി, 250 രൂപ. അപ്പം ഞാൻ പറഞ്ഞു പിള്ളേരെല്ലാം കഴിക്കുന്നില്ലല്ലോ ഇങ്ങനെയൊക്കെ വെച്ചെങ്കിൽ. അപ്പം നമ്മൾ കഞ്ഞി വെച്ചെങ്കിൽ കഞ്ഞിൻ്റെ കൂട്ടത്തിൽ ഇതൊക്കെ കുറച്ച് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ എങ്ങനെയെങ്കിലും ശരീരത്തിൽ പോകുന്നു. ഇത് ബാമ്പു അരി, അതായത് മുള അരി എന്ന് പറയുന്നില്ലേ, അതാണ്. അതൊക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെ പായസമാണ് ഞാൻ ഫസ്റ്റ് കാണിച്ചത്. അതുപോലെ ചക്കേൻ്റെ ഉണ്ണിയപ്പം ഉണ്ടായിരുന്നു, എല്ലാം ഉണ്ടായിരുന്നു. ചക്ക പായസവും ഞാൻ വാങ്ങിച്ചു, അത് ഫസ്റ്റ് ഞാൻ വാങ്ങിച്ചു. പിന്നെ ഈ ഉണ്ട നല്ലതെന്ന് പറഞ്ഞു, അത് എന്തെങ്കിലും ഒന്ന് വാങ്ങിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഒരെണ്ണം വാങ്ങിച്ച്. അത് ഫസ്റ്റ് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തൊക്കെ ഇട്ടിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അങ്ങനെ എല്ലാം ഉണ്ടാക്കിയതാണെന്ന് ഞാൻ നേരത്തെ കാണിച്ചു. അപ്പോൾ ഇവരിങ്ങോട്ട് പത്തല തോരനായിട്ട് ഇങ്ങനെ കഷ്ണങ്ങൾ അങ്ങനെ ഇലക്കറികൾ മുറിക്കുന്നുണ്ട്. പിന്നെ അത് വിളമ്പാനായിട്ട് ഇല വേണമല്ലോ, ആ ഉണ്ടയില എടുത്ത് തന്നില്ല, ആ ഇല ഒന്ന് കട്ടാക്കി കഴുകി വൃത്തിയാക്കിയിട്ട് വെക്കുന്നുണ്ട്. അങ്ങനെ ഓരോ പണി. ഇത് ചക്ക പുഴുങ്ങുന്നുണ്ട്, ചക്ക പുഴുക്ക് വെക്കാനായിട്ട്.
അതെല്ലാം റെഡിയാകുന്നുണ്ട്. അപ്പം ഞാൻ അതൊന്നും വാങ്ങിച്ചിട്ടില്ല, കാരണം നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ട്. അപ്പം അത് വെറുതെ വാങ്ങണ്ട, അങ്ങനെ ഇല്ലാത്തത് വാങ്ങാമെന്ന് വിചാരിച്ചിട്ട് ബാക്കിയെല്ലാം വാങ്ങിച്ചു. അപ്പം ഇങ്ങനെ അവർ ടേബിളെല്ലാം ഒരുക്കിയിട്ടുണ്ട്. അവർ അവിടെ നിന്ന് കഴിച്ചെങ്കിൽ നിങ്ങൾക്ക് മൺചട്ടിയിൽ തരുന്നുണ്ട്. അപ്പം നല്ല രസം അങ്ങനെ കുടിക്കാൻ. ഇതില്ലേ പത്തില തോരന് സെപ്പറേറ്റ് തരില്ല, നമ്മൾ എന്തെങ്കിലും കഞ്ഞി വാങ്ങുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ തരും. അതും നെല്ലിക്ക ചമ്മന്തിയും അങ്ങനെയാണ് അവർ തരുമെന്ന് പറഞ്ഞു. അതിന് സെപ്പറേറ്റ് വിലയ്ക്ക് തരുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ പാൽ കഞ്ഞാണ് വാങ്ങിച്ചത്. എനിക്ക് മരുന്ന് കഞ്ഞി നമ്മൾ തമിഴ്നാട്ടിൽ അങ്ങനത്തെ ശീലമൊന്നും ഇല്ലാത്തതുകൊണ്ട്, അപ്പം അത് എങ്ങനെ ഉണ്ടെന്ന് അറിയാത്തത് കൊണ്ട് ഞാനത് വാങ്ങിച്ചിട്ടില്ല. ഞാൻ ഉളുവ കഞ്ഞി വെക്കും, നല്ല രുചി ഉണ്ടാവും. അതിൻ്റെ വീഡിയോസ് ഇട്ടിട്ടുണ്ട്, കാണാത്തവർ കാണുക. അതുപോലെ ചേമ്പിൻ്റെ തണ്ട് വെച്ചിട്ട് ഞാൻ തോരനൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്, അതൊക്കെ നല്ല രുചിയാണ്. മറ്റേ തമരല്ലേ അതെല്ലാം വെച്ചിട്ട് ഞാൻ ഉണ്ടാക്കാറുണ്ട്. മരുന്ന് കഞ്ഞി ഞാൻ ഉണ്ടാക്കിയിട്ടില്ല ശരിക്കും. അത് ഇതുവരെ കുടിച്ചിട്ടുമില്ല. ഞാൻ കുടിക്കണമുണ്ടായിരുന്നു, പക്ഷേ അത് വാങ്ങുമ്പോൾ കുറേ വാങ്ങണം, ഫുള്ള് വാങ്ങണം. അത് 60 രൂപ മരുന്ന് കഞ്ഞി മാത്രം, ബാക്കിയെല്ലാം 50 രൂപയാണ്. പിന്നെ എനിക്ക് ഉളുവക്കഞ്ഞി ഞാൻ വീട്ടിൽ തന്നെ ആക്കുന്നതുകൊണ്ട് പാൽ കഞ്ഞി വാങ്ങിച്ചു, നല്ല രുചിയായിരുന്നു. ഇതിൻ്റെ അടുത്താണ്. അപ്പം ഞാൻ കുറച്ച് സാധനം വാങ്ങിച്ചു. അതിന് പാൽ കഞ്ഞി, അതിൻ്റെ ഇതായിട്ട് തന്നതാണ് പത്തില തോരൻ്റെ കുറച്ചും നെല്ലിക്ക ചമ്മന്തിയും. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, നല്ല രുചി ഉണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ ഈ പാൽക്കഞ്ഞി നല്ല ചൂടുണ്ടായിരുന്നു കുടിക്കാനായിട്ട്. ഇത് ചക്ക പായസം, പേരിൻ്റെ പരിപ്പും അതുപോലെ തേങ്ങ കൊത്തും ഇട്ടിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു, നല്ല രുചി ഉണ്ടായിരുന്നു ചക്ക പായസം. പിന്നെ വാങ്ങിച്ചത് ഞാൻ ചക്കേൻ്റെ വരട്ടി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ അപ്പം കടല കാച്ചിയത്, നല്ല രുചിയാണിത്. ഞാനും ചെയ്യാറുണ്ട്, എന്നാലും അത് കണ്ടപ്പോൾ ചൂടുള്ളത് കൊണ്ട് ഞാൻ അതുകൊണ്ട് ഒരെണ്ണം വാങ്ങിച്ചു. മരുന്നുണ്ട, ഇത് മരുന്ന് അതിൻ്റെ കുറച്ച് മധുരം ഉണ്ടായിരുന്നു, മരുന്നിൻ്റെ കുറച്ച് സ്മെല്ലും ഉണ്ടായിരുന്നു. കുറച്ച് എല്ലാവരും കൂടി കഴിച്ചു. അപ്പോൾ ഇത് നിങ്ങളോട് ഷെയർ ചെയ്തിട്ടുള്ളത് കാരണം ഇനി 2 ദിവസം കൂടി ഉണ്ടാവും, തിങ്കളും ചൊവ്വായും 30-ാം തീയതി വരെ ഉണ്ടാവും. അപ്പോൾ ആർക്കെങ്കിലും അടുത്തുള്ളവരൊക്കെ ഈ വീഡിയോ കണ്ടെങ്കിൽ പോയിട്ട് ഒന്ന് കണ്ടിട്ട് ഒന്ന് വാങ്ങിച്ച് കഴിക്കുക. അപ്പോൾ ഇവിടെ നല്ല തിരക്കുണ്ടായിരുന്നു. ഞാൻ പോയ സമയം ഒരു 11:30-12 മണിയാണ്. പിന്നെ ആ ലഞ്ച് സമയത്ത് നല്ല തിരക്കുണ്ടാവും, അതുകൊണ്ടാണ് ഞാൻ ആ സമയത്ത് പോയത്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇങ്ങനെ വാങ്ങി ഇഷ്ടമില്ലാത്തവർ നിങ്ങൾ വീട്ടിൽ തന്നെ വെച്ചിട്ട് കഴിക്കാൻ നോക്കുക. എന്തെങ്കിലും എല്ലാം വെച്ചിട്ട് കഴിക്കണമെന്നില്ല, നമുക്ക് എന്തെങ്കിലും 1-2 എന്തെങ്കിലും വെച്ച് കഴിച്ചാലും മതിയാവും. അപ്പോൾ താങ്ക് യു.